അതുകൂടി പരിഹരിക്കപ്പെട്ടാലേ അവൾക്കൊരു സമാധാനം കിട്ടും. ജനിപ്പിച്ച അമ്മയുടെ ശാപം അവൾക്ക് കിട്ടിയിരിക്കുന്നെ, അവൾ അനുഭവിക്കണം. എടേ, രാധമ്മ എന്ന അമ്മയെ കുറിച്ചാണ് നീ പറഞ്ഞെങ്കിൽ അത് തെറ്റാ. രാധമ്മ ആരെയും ശപിച്ചിട്ടില്ല. ആ ശ്രീലക്ഷ്മിയെ കുറിച്ച് ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛൻ എന്റെ നേരെ ചാടിക്കടിക്കാൻ വരുന്ന എന്തിനാ? എടീ, നീയും അവളും ഏറ്റ മകളായതുകൊണ്ടാ. പ്രിയേച്ചി, ആ ശ്രീലക്ഷ്മി അല്ല, നമ്മുടെ ശ്രീലക്ഷ്മി. അവള് നമ്മുടെ ശ്രീലക്ഷ്മി അല്ല. എന്നാര് പറഞ്ഞു? അവൾ ഈ വീടിനോടും നമ്മളോടും ഒക്കെ കാണിച്ചത് അങ്ങനെയാ. അതുകൊണ്ടാ നമ്മുടേതല്ലെന്ന് എനിക്ക് തോന്നിയ. അത് വിട്ടുകളെ പ്രിയേച്ചി. സ്വന്തം കുഞ്ഞ് വയറ്റിൽ വെച്ച് മരിച്ചു പോയപ്പോ അതിനുത്തരവാദി രാധമ്മയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോ മനുഷ്യനല്ലേ, പലതും പറഞ്ഞെന്നിരിക്കും. മനുഷ്യർക്കല്ലേ ചേച്ചി മനുഷ്യരോട് ക്ഷമിക്കാൻ പറ്റൂ. നീ എന്നോട് പല പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞതാ, ഋതുമോളോട് നിന്റെ ഭരണമൊന്നും വേണ്ടെന്ന്. ഇനി ഞാൻ വാക്കുകൊണ്ടായിരിക്കില്ല പ്രതികരിക്കണേ, ചെവിക്കുറ്റിയാൻ അടിച്ചു പൊളിക്കും. ഒന്ന് കിട്ടിയാലേ അവൾ അടങ്ങും. നീ വലിയ നേരത്തെ ഒന്നും ആവണ്ട. ശ്രീലക്ഷ്മിയേക്കാൾ ഒട്ടും മോശമല്ല നീ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ഇതെല്ലാം കണ്ടിട്ടും നിങ്ങൾക്ക് യാതൊരു കുലുക്കമില്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടിയാ ഞാനിതൊക്കെ അനുഭവിക്കുന്നത്. ദീപക്കേ, ഈ ഋതികയും രാജുവിനൊക്കെ ഇല്ലാതാക്കേണ്ടത് നിങ്ങളുടെ ആവശ്യ, അല്ലാതെ എന്റെ അല്ല. അതുകൊണ്ടാ അവര് പോകുന്ന വഴിയൊക്കെ പുറകെ ചെന്ന് കൊല്ലാൻ നിങ്ങൾ ഓർഡർ ഇടുന്നത്. നിങ്ങൾ പറയുന്ന കേട്ട് ഞാൻ ഓരോന്ന് ചെയ്യും. ഒടുവിൽ ശിക്ഷ മുഴുവൻ എനിക്ക്. എന്നാ എന്നോട് ഈ അക്രമമൊക്കെ കാണിക്കുമ്പോ നിങ്ങൾക്ക് അവരോടൊന്ന് റിയാക്ട് ചെയ്തൂടെ? എടാ, നിന്നോട് എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ലടാ ഞാൻ അവരോട് പ്രതികരിക്കാത്തത്. പിന്നെന്താ, ആങ്ങളെ വലിയ ഓമനാണല്ലോ. മകനെ പ്രതാപ ചക്കരക്കെന്നാണല്ലോ ആ കിളവനെ വിളിക്കുന്നത്. ചേച്ചി ചേച്ചി എന്ന് അയാളും വിളിക്കുന്നു. എന്നാ ഇത്രയും സ്വാധീനമുള്ള ആ ആങ്ങളയോട് എന്നോട് ഈ ക്രൂരത കാണിക്കുമ്പോ നിങ്ങൾക്ക് വാതുറന്നൊന്ന് എതിർത്തൂടെ? ഒറ്റ പ്രാവശ്യെങ്കിലും. നിനക്കേ പ്രതാപന്റെ സ്വഭാവം അറിയാഞ്ഞിട്ടാ. ഞാൻ ആ സമയത്ത് നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇവിടുന്ന് പുറത്തു പോയേണ്ടി വരും. അവര് നമ്മളെ രണ്ടുപേരും പിടിച്ച് പുറത്താക്കും. എന്തിനാ ഞാനിതിനകത്ത് തല്ലുകൊണ്ട് കിടക്കുന്നേ? സ്വസ്ഥത കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് നോക്കി അങ്ങോട്ട് പൊയ്ക്കൂടെ? അങ്ങനെ വിഡ്ഢികളായിട്ട് ഇവിടുന്ന് ഇറങ്ങി പോകാനാണോ നീ പറയുന്നേ? എടാ, ഈ സ്വത്ത് മുഴുവൻ എനിക്ക് കിട്ടണം, അല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. നീ എങ്ങനെയെങ്കിലും കുറച്ചു ദിവസം കൂടി എല്ലാം സഹിച്ച് ഇവിടെ നിക്കടാ. നിന്റെ കഷ്ടപ്പാടിനുള്ള പ്രതിഫലം ദൈവം ഉടനെ തരും. ഇവരൊക്കെ എതിർത്താ നിനക്ക് അനന്തം പിള്ളയുടെ മോളെ വിവാഹം കഴിക്കാൻ വലിയ പാടാ. അതുകൊണ്ട് നീ ഇതൊക്കെ ഒന്ന് സഹിക്ക്. എടാ, ഈ അമ്മ നടത്തി തരും നിന്റെ കല്യാണം ഒട്ടും വൈകാതെ. ആ അനന്തം പിള്ളയുടെ മകളെ എല്ലാവരെയും സാക്ഷിയാക്കി നിന്നെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിച്ചിരിക്കും. ഫാൻ ഓണായി കിടന്നോട്ടെ. രണ്ടുപേരും കോഫി കുടിച്ചോണ്ട് ഇതൊക്കെ കാണും. എന്താ ചെറിയ ഇത്? എനിക്ക് കോഫി കൊണ്ടുവരുന്ന ഞാൻ വന്ന് എടുക്കില്ലായിരുന്നോ? പിന്നെ എന്റെ കുട്ടികൾക്ക് എനിക്ക് കോഫി കൊണ്ടു തന്നൂടെ? ദാ. കട്ടൻ കാപ്പി, പപ്പടവട, മുറുക്ക്, കപ്പലണ്ടി ഇതൊക്കെ കഴിച്ചോണ്ട് വേണം ഇത്തരം കലാപരിപാടികളൊക്കെ കാണാൻ. ഇത്തരം കലാപരിപാടികളൊക്കെ നമുക്ക് വല്ലപ്പോഴല്ലേ കാണാൻ പറ്റൂ.
ഒരു കാര്യം സത്യം, ഈ അടിച്ചു തൂപ്പ് പരിപാടിക്കൊക്കെ ഇവൻ എക്സ്പേർട്ടാ. ശരിയാ, തറയായ ഇവൻ തറ തുടയ്ക്കുന്നതില് ഭയങ്കരനാണ്. ആ അല്ലെങ്കിലും ആരുടെ മകനാ? പശുത്തൊഴുത്ത് ക്ലീനറായ വർമാംബികയുടെ മകനല്ലേ? വർമ്മ അംബികയോ? അംബിക വർമ്മ. മതിയടി കളിയാക്കി ചിരിച്ചത്. ഈ ചെയ്യുന്നതിനൊക്കെ നീയൊക്കെ ഇരട്ടിയായിട്ട് ദുഃഖിക്കേണ്ടി വരും. ഞങ്ങളിതൊക്കെ അവസാനിപ്പിക്കാൻ തയ്യാറാ. പക്ഷെ നിങ്ങളിത് അവസാനിപ്പിക്കില്ലല്ലോ. എന്റെ അച്ഛനോട് അമ്മയെക്കുറിച്ച് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ആ കള്ളക്കഥ നിങ്ങളൊന്ന് തിരുത്തിയാ മതി. ഈ പ്രശ്നം തീർന്നു. ആ പ്രശ്നമേ അങ്ങനെയൊന്നും തീരില്ലടി. അവളെ ഞാൻ എന്റെ ആംഗ്ലയുടെ ഭാര്യയായും നിന്നെ ഞാൻ പ്രതാപന്റെ മകളായും ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. നിങ്ങൾ അംഗീകരിക്കണ്ട. അതുകൊണ്ടാണ് ഞങ്ങള് ഇത്തരം വേലകളൊക്കെ ചെയ്യുന്നത്. നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല. ജയിലിൽ കിടന്ന് ഇടിയും കൊണ്ട് പൊറോട്ട അടിക്കേണ്ട ഇവൻ ഇവിടത്തെ തറ തുടയ്ക്കുന്നു. അതെ, ഒരു ചെറുപ്പക്കാരനല്ലേന്ന് കരുതി ഇവന് ഞങ്ങൾ കൊടുത്തൊരു ഔദാര്യം മാത്ര